അപ്പോൾ കലബില ക്രിയേറ്റീവിൻ്റെ പുതിയൊരു സെഗ്മെന്റ് വീഡിയോ ആണ് ഇന്ന്. ഞങ്ങൾ ഫെസ്റ്റിവൽ റിലീസസ് ആയിട്ടുള്ള മൂവീസിനെ പറ്റിയിട്ടാണ് ഈ സെഗ്മെന്റ് സംസാരിക്കാൻ പോകുന്നത്. തിയേറ്റർ ഫെസ്റ്റ് എന്നാണ് ഈ സെഗ്മെന്റ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. ഇതിൽ ഭാവിയിൽ ഒരുപാട് വീഡിയോസ് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഫെസ്റ്റിവൽ റിലീസസ് നമുക്കൊരു പഞ്ഞില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ വീഡിയോ ആണിത്. ഇത്തവണ ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ഓണർ റിലീസസിനെ പറ്റിയാണ്. അതെ, അപ്പൊ നമ്മൾ അതിനു മുമ്പ് പറയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് കോവിഡ് മലയാളത്തിൽ ഓണർ റിലീസസ് വന്നൊക്കെ വെച്ചേക്കുമ്പോൾ വീക്ക് ക്ലാഷസ് ആയിരുന്നു. കാരണം എല്ലാത്തിനും നല്ല നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പാൽത്തു ജനവർ ആണെങ്കിലും ശരി, RDX, ഇപ്പൊ നമ്മുടെ കിഷ്കിന്ദകാണ്ഡം ഒക്കെ നല്ല സിനിമകൾ. പക്ഷെ അതൊന്നും ഒരു കംപ്ലീറ്റ് ഫെസ്റ്റിവൽ മൂഡുള്ള ഫിലിംസ് ആയിരുന്നില്ല. RDX ഒഴികെ പിന്നെ എല്ലാ ക്ലാഷിലും അല്ല ഒരു സിനിമ നന്നാവുക, ബാക്കിയുള്ള മോശം അങ്ങനെയൊക്കെ ആയിരുന്നു. അത് ഹെവി ആയിട്ട് പ്രതീക്ഷ വന്ന സിനിമകളൊക്കെ ഒരു പ്രതീക്ഷയില്ലാണ്ടിരുന്ന RDX ആയിരുന്നു ആ കൊല്ലം ഏറ്റവും വലിയ വിജയമായിരുന്നു. RDX ക്ലാഷ് വന്ന് കിങ് ഓഫ് കൊത്തൻ. അതെ, നിവിന്റെ ബോസ് ഈ രണ്ട് സിനിമയും ഡൗൺ ആവുകയും ഈ സിനിമ കയറുകയും ചെയ്തു. അപ്പൊ എന്തായാലും ഈ ക്ലാഷ് നന്നാവട്ടെ, തുടങ്ങാം നമുക്ക്. അപ്പോ ക്ലാഷ് റിലീസസിൽ ആദ്യം പറയേണ്ടത് നമ്മൾ ഓണത്തിന് ഒരാഴ്ച മുന്നെയാണ് എല്ലാ സിനിമകളും റിലീസ് ചെയ്യുന്നത്. അതില് 4 സിനിമകളാണ് നമ്മൾ ക്ലാഷ് റിലീസസ് ആയിട്ട് ഇപ്പൊ ഈ ഫെസ്റ്റിവൽ റിലീസ് ആയിട്ട് വരുന്നത്. അതൊന്ന് സത്യനന്ദിക്കാട് മോഹൻലാൽ ടീമിന്റെ ഹൃദയപൂർവ്വം, 2 ഫഹദ് ഫാസിൽ അൽതാഫ് സലീം ടീമിന്റെ ഓടും കുതിര ചാടും കുതിര. ഇനി അടുത്തത് ലോക ചാപ്റ്റർ 1 ചന്ദ്ര, അത് കല്യാണി പ്രിയദർശൻ അസ്ലം എന്നിവരും അഭിനയിക്കുന്ന സിനിമ. അടുത്തത് മേനെ പ്യാർ കിയ, അത് ഋതു അരുൺ പിന്നെ ഇത് നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യം, നമ്മുടെ ബൾട്ടി സിനിമ പോസ്റ്റ്പോണ്ട് ആയിട്ടുണ്ട്. അതും ഓണത്തിനായിരുന്നു വിചാരിച്ചു. ഇപ്പൊ സെപ്റ്റംബറിലേക്ക് ആയിരുന്നു സിനിമ. നമ്മുടെ മേനെ പ്യാർ കിയ ഫിലിം ഡയറക്ടറുടെ പേര് ഫൈസൽ, അദ്ദേഹത്തിന്റെ ഫിലിം. അപ്പോ നമുക്ക് ആദ്യം ഹൃദയപൂർവ്വം സംസാരിക്കാം. ഹൃദയപൂർവ്വം നമ്മുടെ എന്താ പറയാ എവർഗ്രീൻ കോമ്പോ തന്നെ പറയണം. നമ്മൾ ലാലേട്ടനും സത്യനന്ദിക്കാടും ഒന്നിച്ചേരുക. അവര് എന്നപ്പോഴായിരുന്നു ലാസ്റ്റ് അവര് ഒന്നിച്ച് നടന്ന ഫിലിം 2015. അതെ, 2015. ഇതിലൊരു കാര്യമുണ്ട്, സത്യനന്ദിക്കാടിന്റെ ഇന്റർവ്യൂ കണ്ട സമയത്ത് പുള്ളിയുടെ ഫസ്റ്റ് ഫിലിം ഉണ്ടല്ലോ, അതിൽ ലാലേട്ടൻ ഉണ്ടല്ലോ ഒരു ചെറിയ സീൻ. അതെ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് എന്താ പറയാ ഒരു ദൈവാനുഗ്രഹമായി ആദ്യത്തെ സിനിമയിൽ ലാലേട്ടൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അല്ല, അത് അവര് സത്യനന്ദിക്കാട്, മോഹൻലാൽ, ശ്രീനിവാസൻ ആ കോംബോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ഒരുപാട് സിനിമകൾ ഉള്ള, ഒരുപാട് ഹ്യൂമൻ ഇമോഷൻസ് ഉണ്ടെങ്കിലും തമാശ കൂടെ പൊതുവിട്ടാണ് അവരത്. നമ്മുടെ സിദ്ദിഖ് ലാലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതായത് സത്യനന്ദിക്കാട് ചെയ്യുന്ന പോലെ തമാശപ്പടം ചെയ്യാൻ വയ്ക്കില്ല. അതായത് അവരെ നോക്കുമ്പോൾ ഭയങ്കര ലൗഡ് ആയിട്ടുള്ള സിനിമ, പക്ഷെ ഇതിൽ വളരെ സട്ടിലായിട്ടുള്ള എന്താ പറയുക ഹ്യൂമറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഹ്യൂമൻ ഇമോഷൻസിന്റെ കാര്യം പറയുമ്പോൾ സത്യനന്ദിക്കാട് പണ്ട് നമ്മൾ കണ്ട് കൈയടിച്ച് ചിരിച്ച കുറെ കോമഡി സീൻസ് ഇന്ന് ആലോചിക്കുമ്പോ അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതാവസ്ഥയും കൂടി കാണിക്കുന്നത്. അതായത് ഇപ്പോ പശുവിന്റെ പിണ്ണാക്ക അവിടെ വയ്ക്കുമ്പോ ഞാൻ അടുത്ത് തിന്ന നാടോടിക്കാട്ടിൽ പറയുമ്പോ അവര് പട്ടിണിയാണ്. അന്നത്തെ ദാരിദ്ര്യം, നാടോടിക്കാറ്റ്, വരവേൽപ്പ്, സന്മനസ്സുള്ളവർക്ക് സമാധാനം തുടങ്ങി TP ബാലഗോപാലൻ. അപ്പൊ എല്ലാത്തിലും സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ കൈകാര്യം ചെയ്യും, എന്നാൽ അതൊരു എന്റർടൈനർ എന്നുള്ള ലെവലിൽ വരികയും ചെയ്ത സിനിമകളാണ് കൂടുതൽ. ഇപ്പൊ ഹൃദയപൂർവ്വത്തിന്റെ കാര്യം പറയുമ്പോൾ ലാലേട്ടൻ പുതിയൊരു ടീമിനായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ നോക്കുമ്പോൾ ഇപ്പൊ സിനിമയുടെ സ്ക്രിപ്റ്റും അതുപോലെ തന്നെ ഡയലോഗ്സ് എഴുതുന്ന സോനു TP ആണ്. നമ്മുടെ നൈറ്റ് കോൾസ്, അതെ, അത് ഭീകരമായിരുന്നു. കാരണം നമ്മളത് പ്രൈമറിന് ശേഷം കണ്ടത് കേട്ടോ. ഞാനത് കണ്ടിട്ടുണ്ട്. സജസ്റ്റ് ചെയ്തത് ഞാൻ ഷോർട്ട് ഫിലിം കണ്ടിട്ട് നമ്മുടെ ശ്യാം അഭിനയിച്ച്, എപ്പോഴും കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കാണാം. നൈറ്റ് കോളിന് കൊടുത്തു കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിം കാണാതെ അത് ഹെഡ്ഫോൺ വെച്ചിട്ട് ഇയർഫോൺ വെച്ചിട്ട് നിൽക്കുന്നത് അതൊരു ഗംഭീര സാധനമാണ്. അതാണ് സിനിമയുടെ പ്രതീക്ഷ നൽകുന്ന ഒരു കാരണം. അടുത്തത് നമ്മുടെ സിനിമയുടെ കഥ എഴുതുന്നത് അഖിൽ സത്യനാണ്. ഈ നൈറ്റ് കോൾ കണ്ടിട്ടാണ് സത്യനന്ദിക്കാട് ഇതിലേക്ക് വിളിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്തായാലും കലക്കിയിട്ടുണ്ട്. പിന്നെ അഖിലിന്റെ കാര്യം അറിയാം, പാച്ചുവിന്റെ എന്താ പറയാ റൈറ്റർ ഡയറക്ടർ. ഇനിയിപ്പോ അദ്ദേഹത്തിന് സർവ്വമായാണ് അടുത്ത സംബന്ധ പടം. അപ്പൊ പുള്ളിയുടെ ഒരു മകൻ റൈറ്റിംഗിലുണ്ട്, അടുത്ത മകൻ അസോസിയേറ്റ് ഡയറക്ടർ ആയിട്ട് പുള്ളിയുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ അനൂപ് സത്യൻ. അടുത്ത പടം തുടങ്ങേണ്ടത് പറഞ്ഞിരുന്നു. സിനിമയുടെ മ്യൂസിക്കിന്റെ കാര്യം പറയണം, പ്രത്യേകിച്ച് പറയണം. നമ്മുടെ ജസ്റ്റിൻ പ്രഭാകരൻ നമ്മൾ വാച്ചുവില് അദ്ദേഹമാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഒരു മലയാളി അല്ലാത്ത ഒരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ രാധേശ്യാമാവട്ടെ, ഡിയർ കോമ്രേഡ് ആവട്ടെ, അത് വേറിട്ടൊരു സംഗതി ഉണ്ട് അതിൽ, അദ്ദേഹത്തിന്റെ വർക്ക്. അടുത്ത നമ്മളെ സിനിമാറ്റോഗ്രാഫി നമ്മുടെ അനുമോത്തയുടെ അപ്പൊ ലാസ്റ്റ് വന്ന പടക്കളം ഒക്കെ പുള്ളിയായിരുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് നല്ലൊരു വർക്ക് അതിരൻ പുള്ളിയുടെ വർക്കായിരുന്നു. പിന്നെ അതുപോലെ തന്നെ എഡിറ്റിംഗ് നമ്മുടെ രാജഗോപാൽ, നമ്മുടെ സീനിയർ. അതെ, നമ്മളിപ്പോഴാണ് എഡിറ്റിംഗ് ചിത്ര സംയോജനം എഴുതി കാണിക്കുന്ന ഒരു രാജഗോപാൽ എന്നുള്ള പേര്. നമ്മുടെ സത്യനന്ദിക്കാട് ഒരുപാട് ഫിലിംസ് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും എടുത്തു പറഞ്ഞൊരു പേര് തന്നെയാണ്.
സിനിമയുടെ കാസ്റ്റിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സത്യനന്ദിക്കാട് ഒരു പ്രത്യേക കോമ്പോനെ പറ്റിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇന്റർവ്യൂ സംഗീത് പ്രതാപിന്റെയും ലാലേട്ടന്റെയും കോമ്പോ ആണ്. അതില് പിന്നെ അഡീഷണൽ കാസ്റ്റ് വരുന്നത് മാളവിക മോഹൻ, പിന്നെ നമ്മുടെ സംഗീത, നമ്മുടെ ചിന്താവിഷ്ടയ ശ്യാമള, പിന്നെ നമ്മുടെ ബാബുരാജ് വരുന്നുണ്ട്, ലാലുലക്സ് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ജനാർദ്ദൻ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നല്ലൊരു സിനിമ, നല്ലൊരു ഫാമിലി, ഈ കൂട്ടത്തിലുള്ളതിൽ ഒരു ഫാമിലി എന്റർടൈനർ ഈ സിനിമ ഹൃദയപൂർവ്വമാണ്. അധികം നാട്ടില് കഥ പറയുന്ന ആളല്ല. അതെ 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 അതെ. ലാലേട്ടൻ അതിൽ കൊടുത്തിരിക്കുന്നത് ഹൃദയം കൊണ്ട് ചെയ്ത സിനിമ. അതെ, ഇതായിട്ട് കൊടുത്തത് ഒന്നാമത് ടൈറ്റിൽ ലാലേട്ടനാണ് ടൈറ്റിൽ എഴുതിയത്. അതെ, ഒരു കാര്യം കൂടെ എടുത്തു പറയാനുണ്ട്. സിൽവ മാസ്റ്റർ സിനിമയുടെ സെറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഹെലികോപ്റ്ററിന്റെ കാര്യവും കണ്ടു. അത് എന്തായിരിക്കും അറിയില്ല. അപ്പൊ എന്തായാലും കൂട്ടത്തിലുള്ള ഒരു ഫാമിലി എന്റർടൈനർ ഹൃദയപൂർവ്വമാണ്. നെക്സ്റ്റ് ഫിലിം ഓടുംകുതിര ചാടുന്നത്. അതെ, അതിപ്പോ ഫെസ്റ്റിവൽ റിലീസ് ആയിട്ട് ഫഹദ് ഫാസിലിന്റെ ഒരു സിനിമ കൂടി. അതെ അതെ അതെ. അദ്ദേഹത്തിന് ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം മെയിൻ ലീഡ് ആയിട്ടൊരു സിനിമ കൂടിയാണ് ആവേശത്തിന് ശേഷം. അത് പല ഭാഷയിൽ പക്ഷെ പുള്ളിയുടെ സ്റ്റഫ് അതെ. അൽത്താഫാണ് സിനിമ ഡയറക്ട് ചെയ്യുന്നത്. അൽത്താഫ് ഇപ്പൊ ഒരു ഡയറക്ടർ കം ആക്ടറാണ്. അദ്ദേഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ട് ചെയ്യണം എന്ന് തോന്നുമ്പോഴാണ് ഒരു സിനിമ ഡയറക്ട് ചെയ്യുന്നത്. കാരണം ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയ്ക്ക് ശേഷം വലിയൊരു ഇടവേള എടുത്തിട്ടാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. 8 കൊല്ലത്തോളം ഗ്യാപ്പ്. പക്ഷെ ഇതേ പറഞ്ഞ മാതിരി ആളെ സ്ക്രീനിൽ നമ്മൾ എപ്പോഴും കാണുന്നുണ്ട്. പ്രേമലു മുതൽ മന്ദാകിനി വരെ ഇപ്പൊ ലാസ്റ്റ് കണ്ടല്ലോ. അപ്പൊ അതിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മളെ വീണ്ടും നമ്മൾ ഒറ്റ അഖിലിന്റെ സിനിമ ഉണ്ടല്ലോ പാച്ചു, അതിൽ ഇവര് കോംബോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു സൗഹൃദത്തിനാണ് ഈ സിനിമ ഉണ്ടായിട്ടുള്ളത്. അത് ഇപ്പൊ അടുത്ത് പേളിമാന്റെ ഇന്റർവ്യൂ ഷോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്താ വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഇൻട്രോവേർട്ട് ആയിട്ടൊരു ഡയറക്ടറാണ്, എങ്ങനെയാണ് നിങ്ങൾ ഈ കാസ്റ്റിംഗ് ഒക്കെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരെ കാസ്റ്റ് ചെയ്യുന്ന പറഞ്ഞത് മൂപ്പര്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വർക്കിംഗ് സ്പേസ് കൂടുതൽ സെക്യൂർ ആകുമ്പോൾ കംഫർട്ട് ആകുമ്പോൾ ആ സിനിമയ്ക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാവുന്നില്ല. സിനിമയിലിപ്പോ അതർ കാസ്റ്റ് കല്യാണി പ്രിയദർശൻ, കല്യാണിന്റെ 2 സിനിമയാണ് ഓണത്തിന് വരുന്നത് എന്നുള്ളൊരു പ്രത്യേകത. ഇപ്രാവശ്യം ഇന്റർവ്യൂ വന്നിട്ട് മറ്റേ ക്യൂ സ്റ്റുഡിയോന്റെ ഇന്റർവ്യൂ വന്നിട്ട് പുള്ളിക്കാരൊന്ന് പുറകിലേക്ക് നോക്കിയിരുന്നു ഏത് സിനിമയാണ്. അപ്പോ കല്യാണി പ്രിയദർശൻ, പിന്നെ ലാൽ, അതെ, വിനയ് ഫോർട്ട്, പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അനുരാജ് തന്നെ പേര്. അപ്പോ അനുരാജ് എന്ന് പറഞ്ഞ വാഴയില് നമ്മളെ 4 ക്യാരക്ടേഴ്സിൽ ഒരാളാണ് അതില്. അപ്പോ പിന്നെ അതിന്റെ ക്രൂ നോക്കാം. അത് മ്യൂസിക് ചെയ്യുന്നത് ജസ്റ്റിൻ വർഗീസ്. ഒരു ജസ്റ്റിൻ അവിടെ ഒരു ജസ്റ്റിൻ വേണം. അപ്പൊ ജസ്റ്റിന് പിന്നെ നമുക്ക് നല്ല പരിചയമാണ്. അപ്പൊ ജസ്റ്റിന് ജയചാന്ദ്രൻ മുതലോ അല്ലെങ്കിൽ ക്രിസ്റ്റഫർ മുതലോ തണ്ണീർമത്തം മുതലോ അദ്ദേഹത്തിന്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടർ വർക്ക്സ് ആണ്. ഇപ്പോ നമ്മള് ഇപ്പൊ ചാവേറിലൊക്കെ ചെയ്തു വെച്ച ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതൊക്കെ. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊരു എനർജറ്റിക് ട്രാക്കുകൾ ഭയങ്കരമായിട്ട് ചെയ്യണതാണ്. അതേമാതിരി ഇപ്പൊ ആ സിനിമയുടെ നമ്മുടെ ട്രെയിലറിൽ വന്ന BGM പോലും നമ്മുടെ ഒരു മലയാള സിനിമയിൽ ഇന്നേവരെ കേൾക്കാത്തൊരു ടൈപ്പ് സാധനമായി. അടുത്ത് പറയാനുള്ള സിനിമാറ്റോഗ്രാഫർ വരാണ് ജിൻറ്റോ ജോർജ്. ആ ജഗജാന്തരത്തിന്റെ ക്യാമറമാനാണ്. കണ്ട ആൾക്കാർക്ക് ക്യാമറ. അതേപോലെ തന്നെ ചാവേറില് ഓൾമോസ്റ്റ് അതേമാതിരി പണിയുടെ എക്സലന്റ് ക്യാമറ ആണ്, വർക്കാണത്. അപ്പൊ അവരെ ക്രൂ എന്ന് പറഞ്ഞത് കുറച്ച് അത്യാവശ്യം നല്ല ആൾക്കാരാണ്. എഡിറ്റിംഗ് നിതിൻ രാജാണ് നമ്മുടെ എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. പുള്ളിക്കാരൻ നമ്മുടെ ഫാലിമി ലാസ്റ്റ് പൊന്മാനൊക്കെ ഇരുന്ന് പുള്ളിയുടെ വർക്ക്. അപ്പൊ എന്താ അത്യാവശ്യം നല്ല വർക്ക് തന്നെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പൊ നല്ലൊരു ടെക്നിക്കൽ ടീം ഉണ്ടാവും. ഇതൊരു ഫൺ റൈഡ് ആയിരിക്കും. പിന്നെ കുറച്ച് ഫാന്റസി കലർന്ന ഒരു ഫൺ റൈഡ് എന്ന് പറഞ്ഞ ഒരു കൊറിയൻ റോംകോം ആണ് ഈ സംഗതി. എനിക്ക് നമ്മുടെ ലാലിനെ കണ്ടപ്പോ മുതൽ 1 മാൻ ഷോത്തെ ലാലിന്റെ കുറെ റിസംബ്ലൻസ് സംഗതി. അതെ, ആ ഒരു റെഫറൻസ് ആണ് തിയേറ്റർ കലക്കാൻ പോണ സീനായിട്ട് രസകരമായിരിക്കട്ടെ. അല്ല, എല്ലാവരും എന്താ പറയാ, നമ്മുടെ ടെൻഷൻസും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് തിയേറ്ററിൽ പോയിട്ട് കുറച്ചേരം ഒന്ന് റിലാക്സ് ആയി ചിരിക്കാനും എന്റർടൈൻ ആവാനാണ് വിചാരിക്കുന്നത്. പക്ഷെ ഒരു ടെൻഷൻ, ഇത് ഫാന്റസി കൂടി ഉള്ളതുകൊണ്ടാണ് അതെങ്ങനെ നമ്മുടെ ഓഡിയൻസിന് കണക്ട് ആവുന്നുള്ളൊരു ഇതുണ്ട്. അതെ അതെ, അതായത് ഫാന്റസി പടങ്ങള് പൊതുവെ ചിലത് നല്ലതും നന്നായിട്ട്, ഇപ്പൊ പടക്കളം വരെ സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഫിലിമാണ്. പക്ഷെ പടക്കളത്തിന് കുറച്ചുകൂടി ബോക്സ് ഓഫീസ് സപ്പോർട്ട് കിട്ടേണ്ടതായിരുന്നു പിന്നീട് തോന്നിയിട്ടുണ്ട് കണ്ട ആൾക്കാർക്ക് പലർക്കും. അപ്പൊ ഇനി അടുത്ത സിനിമ എന്ന് പറയുന്നത് ലോക ചാപ്റ്റർ 1 ചന്ദ്രൻ. ഇതും ഇത് പറഞ്ഞ മാതിരി മറ്റൊരു ഫാന്റസി, ഒരു സൂപ്പർ ഹീറോ വേൾഡ് ആണ് നമുക്ക് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്.
അപ്പൊ അത് എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മലയാളത്തിലെ രണ്ടാമത്തെ ഒഫീഷ്യൽ സിനിമാറ്റിക് യൂണിവേഴ്സ്, അതെ നമ്മുടെ വീക്കെൻഡ് സിനിമാസിന് ശേഷം ഇപ്പൊ വൈഫറർ സിനിമാറ്റിക് യൂണിവേഴ്സ്, അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സ് ആണിത്. പ്രോപ്പർ എല്ലാ പടങ്ങളും അതെ super. അതെ അതെ അതെ. പിന്നെ നമ്മുടെ മിന്നൽ മുരളിയുടെ കേസ് പറയുകയാണെങ്കിൽ അത് സൂപ്പർ ഹീറോ പടം, അതിനുശേഷം വന്ന സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഫിലിം ആയിരുന്നല്ലോ, ഇനി അടുത്ത വരുന്നത് സോംബി പടം. zombie പടം. അപ്പൊ അത് അങ്ങനത്തെ ഒരു സൂപ്പർ ഹീറോ യൂണിവേഴ്സ് അല്ലല്ലോ. അല്ല ഇതിപ്പോ ചന്ദ്രയുടെ കാര്യം പറയുമ്പോ നമ്മള് കാസ്റ്റ് അതേ കാസ്റ്റ് നസ്ലൻ അതെ ഇപ്പൊ അടുത്തൊരു ഇന്റർവ്യൂല് പറയണ്ടായി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള തരത്തിൽ എന്റെ പേര് വന്നാൽ മതി, മെയിൻ ലീഡ് വേണമെന്നില്ലതാണ് ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ച പാടെന്ന് പറഞ്ഞു. അതെ അതെ അതെ. അത് കൃത്യമാണ്, കാരണം നസ്ലൻ അഭിനയിച്ച സിനിമയിൽ മറ്റുള്ള ആൾക്കാരുടെ പെർഫോമൻസിനെ പറ്റിയിട്ട് ആൾക്കാർ പറയാൻ തുടങ്ങി, അപ്പൊ തോന്നിയിട്ടുണ്ടാവും ചിലപ്പോൾ. പിന്നെ നമ്മൾ അതിൽ വരുന്ന ചന്തു ചന്തു സലീം കുമാറും അതേപോലെ തന്നെ ഇന്റർവ്യൂവിന് വന്നിട്ട് കലക്കുണ്ട് ആള്. അതേമാതിരി അരുൺ കുര്യൻ എനിക്ക് തോന്നുന്ന നല്ല സിനിമയിലൊക്കെ ആളെ കാണാനുണ്ട്. ഇപ്പൊ മഞ്ഞുമല്ല ആളെ കണ്ടിട്ട്, അതെ, അതായത് നമ്മളിപ്പോ ഇങ്ങനെ നോക്കുമ്പോ ഹൃദയത്തിലുണ്ടായിരുന്നു കുറെ നല്ല സിനിമകൾ ഉണ്ട് ആള്. ഇപ്പൊ സിനിമയുടെ അതർ കാസ്റ്റിൽ മെയിൻ പറയേണ്ടത് സാൻഡി. അതെ, സാൻഡി മാസ്റ്റർ. ഇപ്പൊ ആള് ഇപ്പൊ ബബ്ബ കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് ഇതിലും കൂടെ ഇപ്പൊ ഇതിലും അതെ. അപ്പൊ വില്ലൻ വേഷം ആയിരിക്കും തോന്നുന്നു കണ്ടിട്ട്. അപ്പൊ അല്ല, ഈ സിനിമയില് കല്യാണിയാണ് ഹീറോ ആയിട്ട് വരുന്നതെങ്കിൽ ഓപ്പോസിറ്റ് അതേപോലെ ഒരു കട്ടക്കൊരു ആള് തന്നെ വേണം. പിന്നെ സിനിമത്തെ ക്യാമിയോസ്, പിന്നെ നമ്മള് അതെ ഓൾറെഡി ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ്. ഇനി 2 അല്ലെങ്കിൽ 3 സിനിമകൾ ഇനി ഇതിലുണ്ടാവും. അപ്പൊ എന്തായാലും ഈ സിനിമയിൽ ടോവിനോ, ദുൽഖർ, ഓൾറെഡി ദുൽഖറിന്റെ പ്രൊഡക്ഷൻ ആണ്. നമ്മള് വന്ന ടീസറില് പല ചില ഷോർട്ടില് ആൾക്കാർ അത് ഡീകോഡ് ചെയ്ത് അതെ 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 അതെ. അപ്പോ കാണിക്കുന്ന വേൾഡും നല്ല രസമാണ്. ഇതെന്ത് സംഭവം വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബാക്കി സിനിമാറ്റിക് യൂണിവേഴ്സ് ഒക്കെ നോക്കുമ്പോൾ അത് ഇപ്പൊ LC ആണെങ്കിലും ശരി, ഇപ്പൊ നമ്മുടെ വീക്കെൻഡ് ആണെങ്കിലും ശരി, ഒരു സിനിമ ചെയ്ത് വെച്ചിട്ട് പിന്നെ ഐഡിയ ഉണ്ടാകുമ്പോൾ അതിനൊരു യൂണിവേഴ്സ് ഉണ്ടാക്കി ചെയ്യുന്നത്. ഇത് ഓൾറെഡി തുടക്കം തൊട്ടേ സിനിമാറ്റിക് യൂണിവേഴ്സ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ഫ്രഷ്നെസ് ഒരു പക്ഷേ സിനിമയിൽ ഉണ്ടാവും. ഇപ്പോ ഇനി അടുത്തത് അതിന്റെ ക്രൂയുടെ കാര്യം പറയുമ്പോ അതിന്റെ സ്ക്രീൻ റൈറ്റിംഗ്, സംവിധായകൻ, പിന്നെ അഡീഷണൽ സ്ക്രീൻ പ്ലേ ശാന്തി ബാലേന്ദ്രനാണ്. ആക്ട്രസ് നമ്മളെ ജല്ലിക്കെട്ടിലൊക്കെ ഉണ്ടായിരുന്നു അവര്. പിന്നെ ഡൊമിനിക് അരുണാണ് സംവിധായകൻ. പുള്ളിയുടെ ആദ്യത്തെ സിനിമ തരംഗായിരുന്നു, നല്ലൊരു സിനിമ തന്നെയായിരുന്നു. നിമിഷ് രവിയാണ് സിനിമയുടെ DOP ചെയ്തിട്ടുള്ളത്. നിമിഷിനെ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല, അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം, കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് പുള്ളിനെ പറ്റിയിട്ട്. ഇത് ഇപ്പോ ആ സിനിമയില് ക്യാമിയോ റോൾസിന്റെ കാര്യം ഇപ്പോ ഏകദേശം കൺഫേം ആവാൻ ഒരു കാര്യം കൂടി ഇപ്പൊ ലാസ്റ്റ് നസ്ലനും അരുണും ചന്തും വന്ന് കൊടുത്ത ഇന്റർവ്യൂല് കിടലൻ ക്യാമിയോസ് വെയിറ്റിംഗ് ആണെന്ന് അവർ തന്നെ പറഞ്ഞു. പിന്നെ നമ്മള് ഉറപ്പിക്കാതെ നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മള് ബാക്കി എന്താ പറയാ ക്രൂ നോക്കുമ്പോ എഡിറ്റിംഗ് വരുന്ന ചമ്മനാണ്. അതും നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം ചമ്മനെ. പിന്നെ ജെയ്ക്സ് ബിജയ് മ്യൂസിക് വരുന്നത് തുടരും. നമ്മള് പറയുന്ന ഒരുപാട് പടം പറഞ്ഞിട്ട് കൊത്ത, തുടരും, സൈനിപ്പോത ശരി പറയേണ്ട ആവശ്യം. ഞാൻ ഒരാളെയും കൂടി അഡീഷണൽ ആയി പറയാം, വരി മുരി സിൽവരാരിയാണ്. അതെ, അപ്പൊ പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യം, ടെക്നിക്കൽ ടീമിനെ പറ്റി നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗ്രാഫിക്സ് വർക്കും അതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനും കണ്ടാ നമുക്ക്. പിന്നെ യാനിക് ബെൻ ആണ് ആക്ഷൻ കൊറിയോഗ്രാഫർ വർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മള് മാവീരനാണ്. അതെ, മാവീരൻ ബെസ്റ്റ് വർക്ക് ജവാനിൽ പുള്ളി ചെയ്തിട്ടുണ്ട്. മിന്നൽ മുരളി പുള്ളിയായിരുന്നു. അപ്പൊ പിന്നെ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോ തന്നെ ആക്ഷൻ സീക്വൻസ് കല്യാണി ഭീകരമായിട്ട് ചെയ്തിട്ടുണ്ട് അവര് ആക്ഷൻ. അതെ, ഒരു ഫൈറ്റ് ഒഴികെ ബാക്കി എല്ലാതും അവരാണ് ചെയ്തിരുന്നത് പറഞ്ഞു. ഒരു ഫൈറ്റ് മാത്രമേ ഡ്യൂപ്പ് ചെയ്തിട്ടുള്ളൂ പുള്ളിക്കാർ പറഞ്ഞു. അതെ അതെ അതെ, അവർക്ക് മെയ് വഴക്കുണ്ട്. പിന്നെ അതൊരു മേക്ക് ബിലീഫ് ആണ്, കാരണം അവർക്ക് ഇടിച്ചിട്ട് കഴിഞ്ഞാൽ അയാൾ വീഴുന്നുള്ള കാര്യം നമുക്കൊരു കിട്ടുന്നുണ്ട്. അതെ 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 അതെ. അടുത്തത് നമ്മുടെ മേനേ പ്യാർ കിയ. എനിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മേനേ പ്യാർ കിയ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ തന്നെ വെച്ച് കഴിഞ്ഞാല് ഒരു ബ്ലോക്ക് ബസ്റ്റർ ഹിന്ദി ഫിലിം ഉണ്ട് സൽമാൻ ഖാന്റെ. അതായത് മലയാളത്തേക്ക് വരെ ഡബ് ചെയ്തിട്ടിട്ട് ഇത് അക്കാലത്തെ ഭയങ്കരമായിട്ടുള്ള ഒരു സിനിമയാണ്. അത് 1980 എത്ര തോന്നുന്നുണ്ട്. അത് അന്നൊക്കെ കുറെ ആൾക്കാർ സൽമാൻ ഖാൻ ഫാൻ ആവാൻ കാരണമായ സിനിമ ആ പേര്. ഈ ദിലീപ് CID മൂസയിലെ പാട്ടുകൾ പാടുന്നതിൽ സിനിമ പേരാണ്. നമുക്ക് സിനിമയുടെ ഡയറക്ടർ ഡെബ്യൂട്ടാണ് അപ്പോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോംകോം ആക്ഷൻ ഫിലിം ആയിട്ട് നമുക്കിത് കാണാം. കാരണം സിനിമയുടെ ക്രൂ കണ്ട് നമുക്ക് അങ്ങനെ മനസ്സിലാവുന്നത്. സിനിമയുടെ കാസ്റ്റ് ആണ് ആദ്യം പറയേണ്ടത്. ഋതു അദ്ദേഹത്തിന് മുറ കണ്ട എല്ലാവർക്കും
പെർഫോമൻസിന്റെ കാര്യത്തില് ഇതുണ്ടാവില്ല. പക്ഷെ അദ്ദേഹം നമ്മുടെ ഷിബു തമീംസിന്റെ അതെ മകനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുംബൈക്കാർ എന്ന് പറഞ്ഞ സിനിമ സന്തോഷ് ശിവന്റെ, അതായത് നമ്മളെ മഹാനഗരത്തിന്റെ അഭിനയിച്ചു. ഓക്കെ ഓക്കെ. തോന്നുന്നു. അതേപോലെ തന്നെ നമ്മുടെ ആസ് വി ഇമാജിനസ് ലൈറ്റ് എന്ന് പറഞ്ഞ ഇപ്പൊ അടുത്ത് ഭയങ്കര ക്രിട്ടിക്കലി ഭയങ്കരമായിട്ട് പ്രഭയായി നനച്ചതല്ല ആ സിനിമ, അതില് അഭിനയിച്ചു. പിന്നെ മുറ സിനിമയില് തമിഴിലും ഹിന്ദിയിലും ഒക്കെ അഭിനയിക്കും. അയാൾക്ക് ഫേസിൽ അങ്ങനെ ഒരു ഇന്ന ഭയങ്കരമായിട്ടുള്ള മലയാളി ചായ. പിന്നെ ഇപ്പൊ അടുത്ത് നമ്മള് അടുത്ത പറയണ്ട് പ്രീതി സിനിമയിലെ ഹീറോയിനായിട്ട് അവര് കണ്ണപ്പയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് അഭിനയിച്ച സിനിമയാണോ ഇതുവരെ? ഈ സിനിമ കഴിഞ്ഞ വർഷം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തതായിരുന്നു. അടുത്തത് പിന്നെ നമ്മളെ ആൾക്കാരാണ് പറയാനുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ ശ്രീകാന്ത് വെട്ടിയാര്, അർജു, അസ്കർ അലി, ജിയോ ബേബി. പിന്നെ തമിഴിൽ നിന്നും കുറച്ച് പേര് വന്ന് അഭിനയിച്ചിട്ടുണ്ട്. അതില് അർജു ഇപ്പൊ ഇന്റർവ്യൂല് വരുമ്പോ അർജു, ശ്രീകാന്ത് വെട്ടിയാർ ഇവരൊക്കെ ഇപ്പൊ യൂട്യൂബ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഫേസസ് ആണ് ശരിക്കും, കുറെ ആൾക്കാർക്ക് അറിയാം. ജിയോ ബേബി പിന്നെ ആക്ടർ കം ഡയറക്ടർ ആയിട്ട് ഓടി നടക്കുകയാണ്. പിന്നെ അടുത്ത് തമിഴിൽ നിന്നുള്ള ആൾക്കാരാണ്. അപ്പൊ സിനിമ എന്തായാലും ഒരു മലയാള സിനിമ എന്നുള്ള കഥാപശ്ചാത്തലം എങ്ങനെയാണെന്ന് എന്തോ ടച്ച് തമിഴ് റെഡിൻ കിങ്സ്ലി തമിഴാണ്. റെഡിൻ കിങ്സ്ലി 1, 2 മൈം ഗോപി ഇപ്പൊ സലാർ വരെ കണ്ട നമുക്കറിയാം ആള് വില്ലനായിട്ട് അഭിനയിക്കണു, കോമഡി റോളില് അഭിനയിച്ചു നമ്മളെ വിശ്വാസത്തിലൊക്കെ. അപ്പോ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ബോക്സറുടെ പേര് സിനിമയുടെ കാസ്റ്റിൽ കണ്ടിട്ടുണ്ടാകും, തമിഴായിട്ടുള്ളവരാണ്. പിന്നെ സിനിമയുടെ ക്രൂ, അതായത് ആക്ഷൻ ഡയറക്ടറുടെ കാര്യം തന്നെ ആദ്യം പറയാം, കലൈ കിങ്സൺ ആണ്. അപ്പൊ ഫിലിമിൽ മലയാളത്തിൽ ചെയ്ത വർക്ക് മാർക്കോ ആയിരുന്നു. മാർക്കോ കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആക്ഷന്റെ കാര്യത്തിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ മ്യൂസിക് ഇലക്ട്രോണിക്കലിയാണ് ചെയ്തിട്ടുള്ളത്. വാഴയത്തെ പാട്ട് പല ആൾക്കാർ മൂളി നടക്കുന്നുണ്ട്. അപ്പോ ഇതിലിപ്പോ ലാസ്റ്റ് വന്ന ഒരുപാട് ക്ലാഷുകൾ വെച്ച് നോക്കുമ്പോഴും ഈ വർഷം പ്രത്യേകിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ചെറിയ സിനിമകൾ വൻ വിജയമാവുകയും വൻ പ്രതീക്ഷയിൽ വന്ന സിനിമ ഭയങ്കരമായിട്ട് ഈ വർഷം എല്ലാ ലാംഗ്വേജിലും ഇട്ടോ നമ്മൾ ഒരു പ്രതീക്ഷ ഇല്ലാണ്ട് പോയ സിനിമകളൊക്കെ നന്നായി ഭയങ്കര പ്രതീക്ഷ പോരാ. നമുക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, അത് മീറ്റ് ചെയ്യാൻ പറ്റില്ല. കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള സ്റ്റേറ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ കൂടുതൽ വിജയിച്ച സിനിമകൾ കൂടുതലാണ്. വിജയിച്ച സിനിമകളും റിലീസാവുന്ന സിനിമകളും. അതെ